ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. പലർക്കും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും നെറ്റ്വർക്ക് ഇഷ്യൂസ്. പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ട് നമ്മൾ ആരെങ്കിലും വിളിക്കാൻ നോക്കുമ്പോഴായിരിക്കും നമ്മുടെ ഫോണിൽ റേഞ്ച് കാണിക്കുന്നുണ്ടായിരിക്കില്ല. എന്നിട്ട് സ്വയം നമുക്ക് തന്നെ ചിലപ്പോൾ ദേഷ്യം വരാറൊക്കെ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു റൂറൽ ഏരിയാസിലൊക്കെ പോകുമ്പോഴാണ് അധികവും ഇങ്ങനെ നമുക്ക് അനുഭവപ്പെടാറ്. ഇപ്പോൾ ഒരു ടവർ, ഇങ്ങനെ ഒരു മൊബൈൽ ടവർ സ്ഥാപിക്കാൻ പറ്റാത്തതിനുള്ള കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ അതിനുള്ള പരിമിതികളും തടസ്സങ്ങളും ഒക്കെ ആകാം. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു പ്രശ്നം നേരിടേണ്ടി വരുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് മൊബൈൽ നെറ്റ്വർക്കും അതുപോലെ വൈഫൈയും ഒന്നുമില്ലാതെ എങ്ങനെ നമുക്ക് ആശയവിനിമയം നടത്താം, എങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട് നടന്നത്. എന്നാൽ ഇത്തരം ശ്രമങ്ങൾക്ക് പിന്നീട് ഫലമുണ്ടായി എന്ന് വേണം പറയാൻ. മൊബൈൽ നെറ്റ്വർക്കും അതുപോലെ വൈഫൈയും ഒന്നുമില്ലാതെ നമുക്ക് ആശയവിനിമയം നടത്താനുള്ള ഒരു ടെക്നോളജി പിന്നീട് കണ്ടുപിടിക്കപ്പെട്ടു. അതായത് ചൈനയിലെ ഷാങ്ഹായ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കുന്ന മൊബൈൽ വേൾഡ് കോൺഗ്രസിൽ ഓപ്പോ ആണ് ഇങ്ങനൊരു ടെക്നോളജി അവതരിപ്പിച്ചത്. മെഷ്ടോക്ക് എന്നാണ് ഈ ഒരു പുതിയ ടെക്നോളജിയുടെ പേര്. ഈ ഒരു ടെക്നോളജിയിൽ 3 കിലോമീറ്റർ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഒരു മൊബൈൽ നെറ്റ്വർക്കും വൈഫൈയും ഒന്നുമില്ലാതെ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജും അതുപോലെ വോയിസ് കോളും ചെയ്യാൻ സാധിക്കും. ഒരു പ്രദേശത്തുള്ള ഓപ്പോ ഫോണുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പ്രത്യേക ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അതായത് ലാൻ നിർമ്മിച്ചുകൊണ്ടാണ് ഈ ഒരു ടെക്നോളജി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ തിരക്കേറിയ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഇത് നല്ലവണ്ണം പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ മെഷ്ടോക്ക് എന്ന ഈ ഒരു ആശയവിനിമയത്തിന്റെ പ്രൈവസിയും ഓപ്പോ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാ ഫോൺസിലും ഈ ഒരു സൗകര്യം നമുക്ക് ലഭിക്കുമോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ഓപ്പോയുടെ ഫോൺസിൽ, അതായത് പ്രത്യേകമായിട്ട് നിർമ്മിച്ച ഒരു ചിപ്പ് ഘടിപ്പിച്ച ഫോണുകളിൽ മാത്രമേ ഈ ഒരു സൗകര്യം ലഭിക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ ഇനി ഇതിൽ പറഞ്ഞ പോലെ ചിലപ്പോൾ 3 കിലോമീറ്റർ പരിധിക്കുള്ളിലെ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതിന് ഇനിയിപ്പോൾ മാറി അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് വരും കാലങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഒരു 3 കിലോമീറ്റർ എന്നുള്ളത് കുറച്ചും കൂടെ കിലോമീറ്ററൊക്കെ കൂടി നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടെക് ന്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ തീർച്ചയായും അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ബൈ.